ഗസയിൽ നിന്ന് വരുന്നത് വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ്. മാസങ്ങൾ നീണ്ട യുദ്ധം ഗസയെ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നു. തീവ്ര പോരാട്ടം അവസാനിക്കാറായെന്നും എന്നാൽ ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയാലും യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ സുരക്ഷിതമായ ഒരിടവും ഇല്ലാത്ത അവസ്ഥയാണ്. സുരക്ഷിത പ്രദേശമായി കണക്കാക്കുന്ന റഫയുടെ തെക്കൻ നഗരമായ അൽ മവാസിയിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ നീങ്ങുന്നതായി പ്രദേശവാസിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ പട്ടിണി ഗസയെ വീർപ്പുമുട്ടിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പായി ഗസ മാറുന്നു. തെക്കൻ ഗസയിലെ കമാൽ അഡ്വാൻ ആശുപത്രിയിൽ പോഷകക്കുറവ് മൂലം കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചു. ഇതോടെ ഔദ്യോഗിക രേഖകൾ പ്രകാരം പോഷകക്കുറവ് മൂലം മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 31ആയി. അതിനിടെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. 21,000 കുട്ടികൾ ഗസയിൽ നിന്ന് അപ്രത്യക്ഷമായതായി ബ്രിട്ടീഷ് സന്നദ്ധ സംഘടനയായ സേവ് ചിൽഡ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്രത്യക്ഷരായ കുട്ടികളെ കണ്ടെത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ആക്രമണത്തിൽ കൂട്ടം തെറ്റിയ കുട്ടികളും ഇവരിലുണ്ടെന്നും ഈ കുട്ടികളെ കുടുംബത്തിനോടൊപ്പം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കം ചെയ്ത കുട്ടികളും ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളും ഈ അപ്രത്യക്ഷമായുടെ പട്ടികയിലുണ്ടെന്നും സംഘടന വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി തന്നെ അക്കാര്യം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇക്കാര്യം കുടുംബത്തെയും അറിയിക്കേണ്ടതുണ്ടെന്നും സംഘടന അറിയിക്കുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരാനായി വിശദവും സ്വതന്ത്രവുമായ അന്വേഷണമാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 37,598ആയി. 86,032 പേരാണ് പരിക്കേറ്റത്. ഹമാസിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേലികളുടെ എണ്ണം 1,139ആണ്. അതിനിടെ ഗസയിലെ ഇസ്രായേൽ അധിനിവേശം തുടരുമെന്ന സൂചനയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഇസ്രായേലി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു നിലപാട് ആവർത്തിച്ചത്. ലെബനൻ അതിർത്തിയിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു.